ഹായ് ഗായ്സ്, തൊഴിൽ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഇന്നലത്തെ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ, അതായത് 14ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നലെ നമ്മൾ 14 ഡേ അല്ല 14 എപ്പിസോഡാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വാണിംഗ്, അതായത് ബിഗ് ബോസ് ലാലേട്ടനും കൂടി ഇന്നലെ വാണിംഗ് ആണ് കൊടുത്തിട്ട്. നമ്മൾ നിവിന്റെ കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ടായിരുന്നു. നിവിന്റെ ഫുഡ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മോഷണമായ ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ രീതിയിൽ ഒരു വാണിംഗ് കൊടുക്കാൻ തീരുമാനിച്ചു. ബിഗ് ബോസ് ഇന്നലെ വലിയ കോണ്ടന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എത്ര ഷാർപ്പിലൊന്നും ആയിരുന്നില്ല ഇന്നലെ ബിഗ് ബോസിന്റെ പല കാര്യങ്ങൾ അവിടെ മാറ്റി വെച്ചുകൊണ്ടുള്ള സംഭാഷണ രീതിയായിരുന്നു. ഇന്നലെ വെറുതെ ഒരു കണ്ടന്റ് ഇല്ലാത്ത എപ്പിസോഡായി ഒരു ടാസ്ക് നടന്നിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. 3 പേര്, ഒന്ന് ജിസേല്, ഒന്ന് അഭിലാഷ്, ഒന്ന് ആര്യനാണ് ക്യാപ്റ്റൻ ആയത്. നമുക്ക് ഇന്നലെ വാണിംഗ് കൊടുത്ത കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. വേറെ ഒന്നും നമുക്ക് വലിയതായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. നമ്മളൊരു പ്രൊമോട്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തവണ മാക്സിമം വിഷയങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട് ബിഗ് ബോസില്. ലാലേട്ടൻ നമ്മുടെ നെവിന്റെ ആ ഒരു രാത്രിയിൽ ഇറങ്ങിയിട്ടുള്ള അടിച്ചുമാറ്റി പരിപാടികൾ തമാശക്ക് നെവിൻ ചെയ്യുന്നതാണ്. പക്ഷെ അത് എപ്പോഴും ഒരു തമാശ ആയിരിക്കില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഈ നമ്മുടെ കിച്ചണിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് മേക്കപ്പ് ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുക. കൂടാതെ നെവിൻ ചെയ്യുന്ന പോലെ രാത്രിയിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. പിന്നീട് കിച്ചൺ ക്ലോസ് ചെയ്തതിനു ശേഷം അതുപോലെ തക്കാളി ആരും അറിയാതെ കൊണ്ടുപോയിട്ട് തക്കാളിയിൽ പഞ്ചസാര ഇട്ട് കഴിക്കുക. ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. 7ന്റെ പണി കിട്ടും. ഇതൊരു വാണിംഗ് ആയിട്ട് കണ്ടുള്ളൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് പുറത്ത് പ്രേക്ഷകര് ഭയങ്കര തമാശയായിട്ട് എടുക്കുമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെവിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നും കൂടെ ഒരു വീഡിയോ ചെയ്തു. നെവിൻ അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ ഇതൊക്കെ ചെയ്താൽ ഭയങ്കര രസമാണ്. ഓവറായി പോയാലേ ഉള്ളൂ കുഴപ്പം. അത് നന്നായി. ലാലേട്ടൻ ഈ ഒരു കൊടുത്ത സൂചന ആ രീതിയിൽ അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നെവിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഗെയിമില് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലാലേട്ടൻ അതൊരു വാണിംഗ് കൊടുത്തത് വളരെ വളരെ നന്നായി. ഇപ്പോ ബ്രേക്ക് ആയിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോ നമുക്കിതാണ് പറയാനുള്ളത്. ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നുള്ള മോശം അതിനെ ന്യായീകരിക്കുന്നു. ഇപ്പൊ ജിസേലിന്റെ കാര്യം പറയുമ്പോൾ അനുമോളുടെയും ജിസേലിന്റെ കാര്യത്തിൽ അനുമോളിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ജിസേലാണ്, കള്ളിയാണ് രാജാക്കന്മാരായത്. ഇതിപ്പോ ഒരു കഥയിൽ ട്വിസ്റ്റ് മാറുന്നത് അങ്ങനെയാണ്. പക്ഷെ വലിയൊരു ട്വിസ്റ്റ് അങ്ങനെയാണ് മാറേണ്ടത്. പക്ഷെ എല്ലാവരും ചേർന്ന് ജിസേലിനെ പുണ്യാളനാക്കുമ്പോൾ യഥാർത്ഥ സത്യം, നല്ല കാര്യങ്ങളെ ഒളിച്ചു വെക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായോ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡാവുമ്പോൾ ആ എപ്പിസോഡിൽ സംസാരിക്കേണ്ട 2 ദിവസം നമുക്ക് കാര്യമായി സംസാരിക്കാം. അത് ലാലേട്ടൻ ഷാർപ്പായി സംസാരിക്കാത്തതാണോ, ബിഗ് ബോസ് അനുവദിക്കാത്തതാണോ, വൈ, എന്തുകൊണ്ട്, അത് നമുക്ക് എങ്ങനെ അത് സംഭവിക്കുന്നു നമുക്കറിയാൻ കഴിയാത്ത വൈ, എന്തുകൊണ്ട്, വാട്ട് എന്തുകൊണ്ട്, വൈ. അപ്പൊ നമുക്ക് ഈ 2 ചോദ്യങ്ങളും, വാട്ടും വൈയും. കാരണം എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കാരണം ബിഗ് ബോസിന്റെ ഇത്രയും വലിയ കാര്യമാണല്ലോ. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ വാണിംഗ് കൊടുത്തത് നന്നായി. ഒരു വാണിംഗ് നിവിന് കാര്യമായിട്ട് വേണമായിരുന്നു. അതുപോലെ തന്നെയാണ് ജിസേലിന്. വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ ആവർത്തിക്കപ്പെടും. ഇത് ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ നിസ്സാരമാക്കാതെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യണം. അതൊരു ആവശ്യമല്ല ബിഗ് ബോസ്. ആവശ്യമില്ലാത്ത കാര്യമാണ് കണ്ടന്റായി മാറുന്നത്. പക്ഷെ അത് മാറ്റുക തന്നെ വേണം. അത് നിരോധിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ചെയ്യണം. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇപ്രാവശ്യം നല്ല രീതിയിൽ റീച്ച് കൂട്ടുമ്പോൾ
അത് റീച്ചിന് നിലവാരമില്ലായ്മ ബാധിക്കുന്നതാണ് എന്നത് ബിഗ് ബോസ് അധികൃതർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ആണ് പറയുന്നത്. ബിഗ് ബോസ് ചെയ്ത വാണിങ്ങിന്റെ കാര്യം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലും വാണിംഗ് കൊടുക്കണം. വാണിംഗ് ഇല്ലാതെ പോകുമ്പോൾ അതൊരു നിസ്സാരവൽക്കരിക്കപ്പെടും. അത് പാടില്ല. ബിഗ് ബോസിന്റെ ആ നയം തെറ്റാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുക.